morning, good morning, good morning. Hello, good morning, good morning. Good morning, sir. Good morning. And voice okay ആണല്ലോ ഫവാസ് സാർ രണ്ട് ഡിവൈസിലും? Yes, okay, sir. സെക്കൻഡ് ലീഗിൽ ഓക്കെ ആണല്ലോ അല്ലേ? അതെ, ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫവാസ് സാർ. വളരെ മനോഹരമായി അദ്ദേഹം പരിചയപ്പെടുത്തി. പേര് മുർഷിദ് എന്നാണ്. സ്വദേശം വരുന്നത് കുറ്റിപ്പുറാണ് സ്വദേശം വരുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഏകദേശം 1000-ഓളം ആളുകളെ മുമ്പിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം തന്നിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഞാൻ നന്ദി പറയാണ്. അതേപോലെ തന്നെ ലീഡേഴ്സിന് ഞാൻ നന്ദി പറയാണ്. കാര്യം എന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ ലീഡേഴ്സാണ്. അപ്പൊ അതിന് തന്നെ ലീഡേഴ്സിനും ഈ ഒരു ഓർഗനൈസേഷന് നന്ദി പറയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി. എന്റെ പേര് മുർഷിദ് എന്നാണ്. സ്വദേശം കുറ്റിപ്പുറാണ് വരുന്നത്. പഠിക്കുന്ന സമയത്താണ് ഈ ഒരു അവസരം ഞാൻ കേൾക്കുന്നത്. പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ വലിയ ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു. എങ്ങനെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ഒരു അതിയായ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു ചെറുപ്പം മുതലേ. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും എല്ലായിടത്തും കേട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ചാൽ നല്ല ഉയരങ്ങൾ എത്താൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന മെജോറിറ്റി ആളുകളും വിശ്വസിച്ച കാര്യം അതിനായിരിക്കും. പണ്ട് കാലത്ത് നന്നായി പഠിച്ചാൽ നല്ല ഉയരങ്ങൾ എത്താൻ പറ്റുന്നുള്ളത്. ഈ നല്ല ഉയരങ്ങൾ എന്നുള്ളത് വീട്ടുകാർ നാട്ടിൽ ഉദ്ദേശിക്കുന്നത് നല്ല ജോലി വാങ്ങുക എന്നുള്ളതാണ്, നല്ല ജോലി കിട്ടും എന്നുള്ളതാണ്. ഈ നല്ല ജോലി എന്നുള്ളത് ഇവർ ഉദ്ദേശിക്കുന്നത് നല്ല പൈസ കിട്ടുന്ന ജോലി എന്നുള്ളതാണ്. അപ്പൊ ഞാനും വിശ്വസിച്ചത് അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലേ ഒരുപാട് മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പഠിക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് ഇയർ ഒക്കെ ആവേണ്ടി വന്നു എനിക്ക് ഒരു തിരിച്ചറിവ് വരാൻ വേണ്ടിയിട്ട്. കാര്യം അതേ കോളേജിൽ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളൊന്നും നാട്ടിൽ വലിയ രീതിയിൽ രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് വരെ മാസ വരുമാനം കിട്ടുന്നത് 22,000 രൂപയാണ് കോളേജിൽ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, അവിടെ പഠനം കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾ നാട്ടിൽ 16,000 15,000 വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ആ ഒരു മേഖലയിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് വന്ന സമയത്താണ് വേറെ എന്തെങ്കിലും മേഖലയിലൂടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും കുറഞ്ഞ സമയം കൂടി രക്ഷപ്പെടണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്താണ് ഒരു മഹത്തരമായ ഒരു ബിസിനസ് അവസരം ഞാൻ പരിചയപ്പെടുന്നതും ഇതിലോട്ട് വരുന്നതൊക്കെ. ക്ലിയർ. അപ്പോ അങ്ങനെ ഈ ഒരു ബിസിനസ് അവസരം കിട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഈ ഒരു അവസരം ഏറ്റെടുക്കണം എന്ന് ചിന്തിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ വരുന്നതിന് മുമ്പ്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഒരുപാട് ജോലിക്ക് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ഈ ജോലി ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ജോലി ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് ചെറുപ്പം മുതലേ സത്യം പറഞ്ഞാലുണ്ട്. പക്ഷേ ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് ജനിച്ചു വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ബിസിനസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പല ജോലിക്കും പോകും. പാർട്ട് ടൈം ആയിട്ട് ശേഷം പറയുന്നുണ്ടെങ്കിൽ 10-18ഓളം വ്യത്യസ്ത രീതിയിലുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പോകുന്നത് പത്രം ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയ ഒരു അവസരത്തിലൂടെ അങ്ങനെ വന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള നല്ലൊരു ആവേശമൊക്കെ ഉണ്ടാവും. കാര്യം അങ്ങനെ കഷ്ടപ്പാട് പ്രതിസന്ധികളൊക്കെ ലൈഫിലുള്ളതുകൊണ്ട് തന്നെ പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മളെ ചുറ്റുപാടുന്ന് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കും. അങ്ങനെ നന്നായിട്ട് പഠിച്ചിട്ട് ആണ് ഈ +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് അഡ്മിഷൻ എടുക്കണമൊക്കെ. പക്ഷേ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവസരത്തിലോട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സെക്കൻഡ് ഇയർ ആയ സമയത്ത് വരുന്നത്. വന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അഥവാ എന്റെ സുഹൃത്തും എന്റെ ലീഡേഴ്സും എന്നോട് പറഞ്ഞ കാര്യം, മുർഷിദെ ആത്മാർത്ഥമായിട്ട് ഒരു 6 മാസം മുതൽ ഒരു 12 മാസം വരെ നീ ഒരു പ്രൊജക്ടിന്റെ കൂടെ ആത്മാർത്ഥമായി നീ നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. കാര്യം 4-5 വർഷം ആളുകൾ കോളേജ് പഠിച്ചിട്ട് ആളുടെ ജീവിതം എവിടെ എത്തുന്നില്ല. 4-5 വർഷം കോളേജ് പഠിച്ചിട്ട് ആളുകൾ എവിടെ എത്തുന്നില്ല. 40 വർഷം പ്രവാസ ജീവിതത്തിൽ അധ്വാനിച്ചിട്ട് സ്വന്തമായിട്ട് വീട് പോലും വെക്കാത്ത ആളുകൾ എനിക്കറിയാം. മാത്രമല്ല നാട്ടില് 6-7 വർഷം MBBS പ്ലസ് പ്രാക്ടീസും കഴിഞ്ഞിട്ട് നാട്ടിൽ 30,000-40,000 രൂപ സാലറി വർക്കിംഗ് ഡോക്ടർമാർ എനിക്കറിയാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ സുഹൃത്ത് എന്നോട് പറയുന്നത്, മുർഷിദെ ആത്മാർത്ഥമായിട്ട് ഒരു 6 മാസം മുതൽ ഒരു 12 മാസം വരെ നീ ഈ ഒരു പ്രൊജക്ട് ആത്മാർത്ഥമായി ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിന്റെ മാസ വരുമാനം 1 ലക്ഷം രൂപ ഉയർത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിക്കാനും ഞാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി സീരിയസ് ആയിട്ട് കോളേജ് വിട്ടുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, അധ്യാപകരും അതേപോലെ തന്നെ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ എന്നോട് പറഞ്ഞു, മുർഷിദെ നീ എടുത്ത തീരുമാനം തെറ്റാണ്, പഠിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. ഈ സംരംഭത്തിലൂടെയൊന്നും ഈ പുറത്തെ കൂടെ പോയോണ്ടൊന്നും മാത്രമല്ല ഈ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊന്നും എനിക്ക് ഒന്നും നേടാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കാൻ നിരുത്സാഹപ്പെടുത്താനൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ എന്നെ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയത് കളിയാക്കിയത് എന്റെ കോളേജിൽ കൂടെ പഠിച്ച സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ മൈ ഡിയേഴ്സ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു 6-7 മാസം ഈ ബിസിനസ് അങ്ങോട്ട് ആത്മാർത്ഥമായി ചെയ്തതിന് ശേഷം എന്നെ കളിയാക്കിയ സുഹൃത്തുക്കളുള്ള അതേ കോളേജിലോട്ട് ഞാൻ 6-7 മാസത്തിന് ശേഷം തിരിച്ചു പോകുന്നത് എന്റെ സ്വന്തം കാറിലായിരുന്നു. ജീവിതത്തിൽ ഉണ്ടായ ഫസ്റ്റത്തെ ഒരു അത്ഭുതകരമായ മാറ്റമായിരുന്നത്. ആ സമയത്ത് ഞാൻ റൂബി എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് ബ്രേക്ക് ചെയ്ത് എന്റെ മാസ വരുമാനം 1 ലക്ഷം രൂപക്ക് മുകളിലായിരുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു എന്റെ പഠിപ്പിക്കുന്ന അധ്യാപകന് അദ്ദേഹത്തിന് മാസ സാലറി കിട്ടുന്നത് 22,000 രൂപയാണ് കോളേജിൽ കിട്ടുന്നത്. അദ്ദേഹത്തിന് 10 വർഷം എക്സ്പീരിയൻസ് കോളേജിലുണ്ട്. 10 വർഷം കൂടെ അദ്ദേഹത്തിന്റെ സാലറി 22,000 രൂപ എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 6-7 മാസം ഒരു ആത്മാർത്ഥമായിട്ട് പ്രൊജക്ട് ഏറ്റെടുത്തപ്പോൾ എന്റെ മാസ വരുമാനം 1 ലക്ഷം രൂപക്ക് മുകളിൽ ഉയർത്താൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഒരുപാട് മാറ്റങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ള ലൈഫിൽ നേടാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലെവലിലോട്ട് മാറാൻ വേണ്ടി പറ്റി. അതേപോലെ തന്നെ സേവിങ്സ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ മാറ്റിവെക്കാൻ പറ്റി. അപ്പോൾ ഒരു 10-20 വർഷം ഒരു വ്യക്തി അധ്വാനിച്ച് കഴിഞ്ഞാൽ പോലും നേടാൻ പറ്റാത്ത ഒരു മന്ത്ലി ഒരു ഇൻകത്തിലോട്ട് എനിക്ക് ഉയരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കമ്പനിയുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് എന്ന റാങ്കിൽ നിന്നിട്ടാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ കഴിഞ്ഞ ഒരാഴ്ച എന്റെ ഹയസ്റ്റ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ഹയസ്റ്റ് വീക്കിൽ വന്ന പ്രോഫിറ്റ് 72,000 രൂപക്ക് മുകളിലാണ്. അഥവാ 3.5 ലക്ഷം രൂപ ഒരാഴ്ചയിൽ വരെ പ്രോഫിറ്റ് ഉയർത്താൻ എന്നെ സഹായിച്ച ഒരു അവസരമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ്. മാത്രമല്ല എമറാൾഡ് റാങ്കിന്റെ പ്രത്യേകത 2.5 ലക്ഷം രൂപക്ക് മുകളിൽ മാസ വരുമാനം
മാസം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു റാങ്കിലോട്ട് ഇന്ന് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് മാറ്റം ലൈഫിൽ എടുക്കാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതാണ് ഒരു ഷോർട്ട് ടൈം എക്സ്പീരിയൻസ് എന്നുള്ളത്. മുർഷി സാർ. ഓക്കെ, ഈ ചോദ്യം സാറ് ചോദിക്കുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, അപ്പോ അതിന് റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഫസ്റ്റത്തെ റീസൺ എനിക്ക് ഉറപ്പായിരുന്നു ജോലി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. അതന്നെയാണ് എനിക്ക് ഒന്നാമത്തെ കാര്യം. ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 വർഷം ഒരു പുരുഷായുസ് മൊത്തം ജോലി ചെയ്താലും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള കാര്യം അത് എനിക്ക് 100% ആ കാര്യത്തിൽ ഉറപ്പായിരുന്നു. കാര്യം അങ്ങനെ രക്ഷപ്പെടാന്നുണ്ടെങ്കിൽ എന്റെ ഫാദർ രക്ഷപ്പെടണം, എന്റെ ഫാദറിന്റെ ഫാദർ രക്ഷപ്പെടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിൽ പല ആളുകളും കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഈ ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ഇവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും ആവോ നോക്കുക, ഇങ്ങനെ ഒരു മനോഭാവത്തോട് കൂടിയാണ് പല ആളുകളും ബിസിനസ് കാണാറ്. പക്ഷേ ഞാൻ ഈ ബിസിനസ്സിൽ കാലെടുത്ത് വെക്കുന്ന ആ ദിവസം ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്, തല പോയാലും ഈ ബിസിനസ് വിട്ടുള്ള വേറെ പരിപാടി ഇല്ല എന്നുള്ളത്. അത് എടുത്ത തീരുമാനം, അത് നിലപാടായിരുന്നു. തല പോയാലും ഞാൻ ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു കരിയർ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മുർഷിദ് ജീവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ ലീഡറായിട്ട് തന്നെ ജീവിക്കും. അങ്ങനെ തീരുമാനം എടുത്തിട്ട് കച്ച കെട്ടി ഇറങ്ങിയതാണ് ഈ ബിസിനസ്സിൽ. അതുകൊണ്ടാണ് തുടക്ക സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റിയത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് ഞാൻ റെഡിയാണ്. എന്ത് പ്രതിസന്ധി തരണം ചെയ്യാൻ ഓൾറെഡി മെന്റലി ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇറങ്ങിയതാണ്. കാരണം ഒരു ബിസിനസ്സിൽ ഒരു വ്യക്തിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ലൈഫിൽ ഒരു വ്യക്തി വിജയിക്കണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രഗിൾ ഉണ്ടാവും. അങ്ങനെ ഈസി ആയിട്ട് രക്ഷപ്പെട്ട ആരും ലോകത്തില്ല. നിങ്ങൾ ഏത് വ്യക്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാലും രക്ഷപ്പെട്ടവരൊക്കെ ഒരു വലിയ രീതിയിൽ പല പ്രതിസന്ധിന്റെ ഇടയിലൂടെ കടന്നു പോയ ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിസന്ധി ഈ ബിസിനസ്സിൽ എനിക്ക് വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കയറി നിൽക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ തീരുമാനം ഇതായിരുന്നു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ സമയത്തൊക്കെ എന്റെ കൂടുതൽ ആളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഒരു ആയുസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 100 വർഷം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ 100ാമത്തെ വയസ്സിലും താടിമുടിയിൽ നിറച്ച് ഇൻഡസ്ട്രിയിൽ ലീഡർ ആയി ഞാനുണ്ടോ. അങ്ങനത്തെ തീരുമാനം എടുത്തിട്ട്, കാരണം അത്രയും വലിയൊരു വിഷനുള്ള അത്രയും വലിയൊരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത്രയും കോൺഫിഡൻസ് വരുന്നത് എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ പ്രൊഫൈലും കമ്പനിയുടെ ലീഡർഷിപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ തീരുമാനം എടുത്ത് ഇറങ്ങിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ പറഞ്ഞ ഈ ഒരു പ്രതിസന്ധിയിലും വീട് പോകില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് തുടക്ക സമയത്ത്. പല ആളുകളും ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ്, സാർ ഞാൻ 2 പേരെ കൊടുന്നു, പക്ഷെ ഒന്നും നടപടിയായില്ല സാർ, അവർ സ്റ്റാർട്ട് ചെയ്തില്ല. പല ആൾക്കാരും ഒരു സംശയം, ഒരു ടെൻഷൻ ഇതാണ്, ഞാൻ 5 പേരെ കൊടുത്തു സാറേ, ഒന്നും നടപടിയായില്ല. മൈ ഡിയേഴ്സ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് യങ് ഏജ് ആണ്. എന്റെ 18ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ പ്രൊജക്റ്റിലോട്ട് വരുന്നത്. 18ാമത്തെ വയസ്സിൽ 18-19 ആ ഒരു ഏജിലാണ് ഞാൻ ഈ സംരംഭത്തിലോട്ട് വരുന്നത്. ആ സമയത്ത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആളെ വിശ്വസിക്കില്ലായിരുന്നു, എന്റെ നാട്ടിലും കുടുംബത്തിലൊന്നും. കാര്യം ഈ ചെറിയ വായയിൽ വലിയ വർത്താനം പറയുന്നത് എന്നുള്ളതായിരുന്നു ആളുകളുടെ പ്രശ്നം. ചെറിയ വായയിൽ വലിയ വർത്താനം പറയുന്നത് എന്നുള്ളതായിരുന്നു. കാരണം നാട്ടില് അന്ന് വരെ നാട്ടിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ പറയുന്ന ഒരു 37,200 പ്രൊജക്ട് സംസാരിക്കുമ്പോൾ 3100 രൂപ വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ പറയുന്നത്, ഇത് വലിയ വർത്താനം പറയുന്നവന് അവനോട് ഈ സാധനം കിട്ടി, അവനല്ല ഇതിലൂടെ ഈ പ്രൊഫസർ നടന്ന വ്യക്തിയല്ല അവനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കൽ നാട്ടിൽ കിട്ടിയിട്ടുണ്ട്. നാട്ടിലൂടെ പള്ളിയും ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് വീടിനോട് ഇറങ്ങിയ സമയത്ത്. അവിടുന്ന് വരുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും അവർ സ്ഥിരമായിട്ട് പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ, ആ പോണ് ഡോക്ടർ അവനെ മരുന്ന് കുടിച്ചാൽ മരിക്കൂല, പൈസക്ക് ആവശ്യം അവനോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഈ പറയുന്ന കളിയാക്കലൊക്കെ ഇഷ്ടംപോലെ തുടക്ക സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാന്നുണ്ടെങ്കിൽ തീരുമാനം എടുത്ത് ഇറങ്ങി വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒന്നും തളരാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ബിസിനസ്സിൽ ഫസ്റ്റ് 250 എന്ന് പറയുന്ന റാങ്ക് ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾ എല്ലാവരും കേൾക്കുന്ന ഒരു കാര്യമാണ്, 250 എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് VOP സെന്ററിലോട്ട് 82 ആളുകളെ ഞാൻ പ്രോഗ്രാം കേൾപ്പിച്ചതാണ് 250 റാങ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര പേര് വിശ്വസിക്കും ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ കയ്യിൽ ഡാറ്റ പെടുണ്ട്. 82 ആളുകൾ VOP സെന്റർക്ക് പ്രോഗ്രാം കേൾപ്പിച്ചിട്ടാണ് മുർഷിദ് 250 റാങ്ക് അടിക്കുന്നത്. ഓരോ വ്യക്തി എന്റെ മുഖത്ത് നോക്കിയിട്ട് നോ പറയുമ്പോഴും ഞാൻ മനസ്സിൽ പറയായിരുന്നു, അതിന്റെ മുമ്പിൽ ഞാൻ വിജയിച്ച് കാണിച്ചതിലൂടാണുള്ളത്. ഓരോ വ്യക്തി നോ പറയുന്ന സമയത്തും എന്റെ പ്രശ്നമുള്ളത് ഇന്നാരും വിശ്വസിക്കൂല. പക്ഷെ എല്ലാ VOP ഗസ്റ്റ് ഉണ്ടാവും. ഒരു വീക്കിൽ 5 VOP പേഴ്സണൽ ഗസ്റ്റ് ഉണ്ടാവും, 5 VOP. അന്ന് VOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലത്തെ തൊട്ടടുത്ത് VOP-കളൊന്നും ഇല്ല. കൊണ്ടോട്ടി ഒരു VOP ഉണ്ട്, തൃശ്ശൂർ VOP ഉണ്ട്, ചെമ്മാട് VOP ഉണ്ട്, കോഴിക്കോട് VOP ഉണ്ട്. ഇവിടേക്ക് ഗസ്റ്റിനെ കൊണ്ടുപോകണം കുറ്റിപ്പുറത്തുനിന്ന്. അങ്ങനെ 82 ആളുകളെ പ്രോഗ്രാം കേൾപ്പിക്കേണ്ടി വന്നു എനിക്ക് സ്റ്റാർട്ട് 50 റാങ്ക് അച്ചീവ് ചെയ്യാൻ. പല ആളുകൾ സാറെ 10 പേര് ഞാൻ കേൾപ്പിച്ചു, ആരും സ്റ്റാർട്ട് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് നടപടിയല്ല, ഞാൻ നിർത്തുകയാണ് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. എടുക്കുന്ന തീരുമാനം വളരെ സ്ട്രോങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, തല പോയാലും ഇൻഡസ്ട്രിയിൽ ലീഡറോ, ഇൻഡസ്ട്രിയിൽ വിജയിക്കും, ഇൻഡസ്ട്രിയിൽ കോടീശ്വരനോ, ഇതാണ് നിലപാട്, ഇതാണ് തീരുമാനം. അപ്പൊ 82 ആൾക്കാരൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. അതായിരുന്നു തുടക്ക സമയത്തുള്ള ഒരു സംഗതി. 250 ആയതിനു ശേഷം ഇവരാരും വർക്ക് ചെയ്യുന്നില്ല. ഇവരൊന്നും എന്റെ പോലെ ഒരു ആവേശത്തിൽ വരുന്നില്ല. ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം കൊടുത്തിട്ടും ഇവർ ലൈവ് ആവുന്നില്ല. അവിടുന്ന് വീണ്ടും 72 ആളുകൾ പ്രോഗ്രാം കേൾപ്പിച്ചിട്ടാണ് ഞാൻ സ്റ്റാർ 5 കംപ്ലീറ്റ് ചെയ്തത്. അവിടുന്ന് വീണ്ടും 72 ആളുകൾ പ്രോഗ്രാം കേൾപ്പിച്ചിട്ടാണ് ഞാൻ സ്റ്റാർ 5 കംപ്ലീറ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഈ പറയുന്ന ഇത്രയും ആൾ ഡീൽ ആയി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിൽ നിന്ന് ഒരുത്തന്നെ പ്രോഗ്രാം കേൾപ്പിച്ചു. ആ വ്യക്തി എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനത് വന്നിട്ട് നാട്ടിൽ മൊത്തം ഫ്ലാഷ് ആക്കി. മുർഷിദ് ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്, ഓനെ പരിപാടിക്ക് പോകണ്ട, ഓൻ എന്തെങ്കിലും പറഞ്ഞ് വിളിച്ച് ഞാൻ കൊടുക്കണ്ട എന്നുള്ള രീതിക്ക് നാട് മൊത്തം ഫ്ലാഷ് ആയി. പിന്നെ നാട്ടിൽ നിന്ന് കാര്യം കിട്ടില്ല. ഫാമിലി നിന്ന് ഒരുത്തന്നെ കൊടുത്തു, അവനും പ്രോഗ്രാം കേട്ടു, അവന് സ്റ്റാർട്ട് ആയില്ല. നമ്മൾ ഈ പാമ്പിനെ തല്ലി കഴിഞ്ഞാൽ കൊല്ലണം എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ അത് തീരുമാനമായില്ല. പ്രോഗ്രാം കേട്ട് അവർ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോ കുടുംബത്തില് പ്രോഗ്രാം കേൾപ്പിച്ചു, അവൻ സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവനും തിരിച്ചു പോയിട്ട് എന്ത് ചെയ്തു, ഫാമിലി ഗ്രൂപ്പിൽ വോയിസ് ഇട്ടു.
മുർഷിദ് ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, അവന്റെ വലിയ കാര്യം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എതിർപ്പ്. എന്റെ കോളേജിൽ ഞാൻ ഒരു സുഹൃത്തിനെ കൊടുത്തു, അവനും സ്റ്റാർട്ട് ചെയ്തില്ല, അവൻ കോളേജിൽ പോയിട്ട് മൊത്തം ഫ്ലാഷ് ആക്കി. കോളേജിൽ നിന്ന് എനിക്ക് ഒരാളെ കിട്ടില്ല, എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് ഒരാളെ കിട്ടില്ല, എന്റെ ഫാമിലിയിൽ നിന്ന് ഒരാളെ കിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് സ്ട്രേഞ്ചേഴ്സിനെ പരിചയപ്പെട്ടു തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഈ പറയുന്ന ഇത്രയും ആളുകൾ പകരം കിട്ടിച്ചത്. രാവിലെ സുബിനസ്കാരം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്റെ വീട്ടുകാർ എന്നെ കാണാറില്ല. വീട്ടിൽ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടത്, ഞാൻ സൗദി അറേബ്യയിലോട്ട് പോയിട്ടുണ്ട്, വരുന്ന 3 വർഷം 1000 ദിവസം എന്നെ നിങ്ങൾ നോക്കരുത്. ഞാൻ സൗദി അറേബ്യ പോയിട്ടുണ്ട്, ഞാൻ നാട്ടിലില്ല. എന്റെ വീട്ടിൽ എന്റെ ഉമ്മ ഇപ്പൊ എന്നെ കാണാറില്ല. ഞാൻ രാവിലെ ഏർലി മോർണിംഗ് ഈ ഒരു സമയത്ത് ഫുൾ എല്ലാ ദിവസവും രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിക്കാണ് പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വർക്കിലാണ്. രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. രക്ഷപ്പെടണമെന്നുള്ള അതിയായ സാധനമാണ് ഉള്ളിൽ, അടങ്ങാത്ത ആഗ്രഹം. ഇരുന്ന ഇരിപ്പൊട്ടി കിട്ടില്ല, കിടന്ന കെടുക്കാൻ തോന്നില്ല. അങ്ങനെ ഒരു എനർജിയിൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടാണ് ഇതിൽ വളരാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. അപ്പോ അങ്ങനെ ഈ മുന്നോട്ട് പോയി, അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്തു. അങ്ങനെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന റൂബി എക്സിക്യൂട്ടീവായി അതേ നാട്ടിൽ എന്നോട് ഈ ബിസിനസ് നടക്കില്ല എന്ന് പറഞ്ഞ്, നിന്റെ കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യടാ എന്ന് പറഞ്ഞ്, ഈ പരിപാടി നടക്കില്ലടാ എന്ന് പറഞ്ഞ് അതേ നാട്ടിൽ അതേ സുഹൃത്തുക്കൾ കളിയാക്കിയവന്മാരൊക്കെ അതേ ക്ലബ്ബിൽ ഇരിക്കുന്നുണ്ടായിരുന്ന സമയത്ത് അതേ നാട്ടിലാണ് എന്റെ 19ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് കാർ വാങ്ങിയിട്ട് മുർഷിദ് നാട്ടിൽ വരുന്നത്. 19ാമത്തെ വയസ്സിൽ ആ ഒരു ഏജിൽ സ്വന്തം നാട്ടിൽ ആ മുനിസിപ്പാലിറ്റിയിൽ ഇല്ല, 19ാമത്തെ വയസ്സിൽ സ്വന്തം എഫേർട്ടിൽ കാർ വാങ്ങിയ വ്യക്തി. എന്റെ ഫാമിലിയിൽ, ഫാദറിന്റെ ഫാമിലിയിൽ, ഉമ്മാന്റെ ഫാമിലിയിലൊന്നും ഒരാളും ആ ഒരു ഏജിൽ കാർ വാങ്ങിച്ചിട്ടില്ല. ഒരാളും വാങ്ങിച്ചിട്ടില്ല. നാട്ടിലില്ല, മുനിസിപ്പാലിറ്റി ഇല്ല, എന്നിട്ടല്ല ഫാമിലിയിൽ. എന്റെ ഫാദറിന്റെ കുടുംബത്തിൽ ആദ്യത്തെ കാർ വാങ്ങുന്ന വ്യക്തി ഞാനായിരുന്നു. എന്റെ ഫാദറിന്റെ കുടുംബത്തിൽ 4 വീലർ വാങ്ങുന്ന വ്യക്തി. അത് 19ാമത്തെ വയസ്സിൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് എന്നെ സഹായിച്ചതും ഐഡിയസ് ഈ ഒരു ഇൻഡസ്ട്രിയാണ്, ഈ ഒരു ഓർഗനൈസേഷനാണ്. വേറെ ഒരു മേഖലയിൽ സാധ്യമാണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ഒരു ഇൻഡസ്ട്രിയോട് സാധ്യമോ? നടക്കില്ല എന്ന് പറഞ്ഞ കോളേജിലെ സുഹൃത്തുക്കളുടെ ഇടയിലോട്ട് ഈ നാട്ടിലോട്ട് ഇറങ്ങി അതേപോലെ കോളേജിന്റെ ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി പോയത് സ്വന്തം കാറിലായിരുന്നു. ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കുടുംബക്കാരെ നമ്മൾ വിളിക്കുപോറുണ്ടായിരുന്നില്ല. ഈ കാർ എടുത്തതിന് ശേഷം കുടുംബത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് എന്റെ ഡേറ്റ് ചോദിച്ചിട്ടാണ് അവർ പ്രോഗ്രാം ഫിക്സ് ചെയ്യാറുള്ളൂ. ആ റേഞ്ചിന് എന്നെ മാറ്റിയത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു ഓർഗനൈസേഷൻ ആണ് മൈഡീസ്. അപ്പൊ ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഈ റൂബി റാങ്ക് അച്ചീവ് ചെയ്തതിന് ശേഷം 4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്ന സമയത്ത് വീണ്ടും പ്രതിസന്ധികളാണ്. സ്വാഭാവികമായിട്ടും കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും കോവിഡിൽ അവരൊക്കെ ഇനി ബിസിനസ് നടക്കില്ല എന്നൊക്കെ അവർ വിശ്വസിച്ചിട്ട് അവരെന്ത് ചെയ്തു, പല ആളുകളും ബിസിനസ് നിന്ന് ഔട്ടായി. പക്ഷെ ആ സമയത്തും, ആ പ്രതിസന്ധി വന്ന സമയത്തും പിടിച്ചു നിന്നു. കാരണം തല പോയാലും ഇതിലാണ് കരിയർ ബിൽഡ് ചെയ്യുള്ളൂ തീരുമാനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോവിഡും എന്നെ ബാധിക്കുന്ന വിഷയമല്ലായിരുന്നു. ഒരുപാട് പേര് പോയപ്പോഴും പിടിച്ചു നിന്നു. വീണ്ടും ഒരുപാട് ആളുകൾ ബിസിനസ്സിലോട്ട് സ്പോൺസർ ചെയ്ത് പേഴ്സണലി കൊണ്ടുവന്ന് പടുത്തുയർത്തിയുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പ്രതിസന്ധികൾ ബിസിനസ്സിൽ ഉണ്ടായി. അതിന് ശേഷം ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വർഷമാണ് ഈ ബിസിനസ്സിൽ 0 വരുമാനത്തിൽ ഞാൻ മുർഷിദ് നിന്നത്. 3 വർഷം. യെസ്. ഹലോ. ഓക്കെ. അപ്പോ ഇത് പല ആളുകളും ഒരു ജോബ് മൈൻഡ് സെറ്റിൽ ഈ ബിസിനസ് കാണാറുണ്ട്. പല ആളുകളും ജോലിയാണെന്നുണ്ടെങ്കിൽ മാസം അവസാനമാകുമ്പോൾ വരുമാനം കിട്ടും, ശരിയല്ലേ? പക്ഷേ പല ആളുകൾ ഈ ബിസിനസ്സിൽ 1 മാസം ട്രൈ ചെയ്തിട്ട് കാര്യമായിട്ട് ഒന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ പല ആളുകളും എന്ത് ചെയ്യും, ഇത് കിറ്റ് ചെയ്ത് പോകാറുണ്ട്. പക്ഷേ 3 വർഷം പല പ്രതിസന്ധികളുടെ ഇടയിലൂടെ ഞാൻ കടന്നുപോയി. 3 വർഷം കോവിഡിന് ശേഷം. കാരണം കോവിഡിന് ശേഷം ബിസിനസ് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് ജീവിച്ചിരിക്കാൻ പറഞ്ഞ വലിയ കാര്യമാണ്. പക്ഷെ ആ സമയത്ത് എന്റെ ബിസിനസ് നഷ്ടപ്പെട്ടു പോയി കോവിഡിന് ശേഷം. അതിനുശേഷം 3 വർഷമാണ് ഞാൻ സ്ട്രഗിൾ ചെയ്തത്. 3 വർഷം ഓൾറെഡി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ടാണ് എന്തായിട്ടുള്ളത് ഈ ഒരു റാങ്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 3 വർഷം വരുമാനം ഇല്ലാതെ പിടിച്ചു നിന്നപ്പോഴും എന്റെ ഉള്ളിലുള്ള ഒരേ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ബിസിനസ്സിൽ ഞാൻ ഒരു പച്ചക്കത്തും, ഒരു എമറാൾഡ് എക്സിക്യൂട്ടീവ് ആവും, ഇതിൽ രക്ഷപ്പെടും, മാസം ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ലെവലിലോട് ഞാൻ മാറും. കാരണം എന്റെ വീട്ടുകാർക്ക് കൊടുത്ത വാക്കാണ് ഞാനത്. രക്ഷപ്പെട്ടിട്ട് വരും മുർഷിദ് വീട്ടിലോട്ട് എന്നുള്ളത്. ആ തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെട്ടേ പറ്റൂ. വീണ്ടും 3 വർഷം ഞാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ ഒരുപാട് പേര് അവിടെയും എന്നെ തളർത്താൻ ശ്രമിച്ചു. ഒരുപാട് പേര് എന്നോട് നെഗറ്റീവ് പറഞ്ഞു. ഒരുപാട് പേര് പലതും പറഞ്ഞു. ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ആ 3 വർഷത്തിന് ശേഷം എന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിലുണ്ടായിട്ടുള്ള ഒരു ഫസ്റ്റ് മാറ്റമായിരുന്നു നമ്മുടെ എമറാൾഡ് എക്സിക്യൂട്ടീവ് റാങ്ക് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു. പച്ചക്കത്തിന്റെ സ്പീഡിൽ 2.5 ലക്ഷം രൂപ മുമ്പ് വരുമാനങ്ങളുടെ ലെവലിലോട്ട് മാറാൻ പറ്റുന്നതാണ്. അന്ന് ആളുകൾ വരാതിരുന്ന സമയത്ത്, വരുമാനം ഇല്ലാത്ത സമയത്ത് ഞാൻ കിറ്റ് ചെയ്ത് പോയിരുന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ തരും ഒന്നും ആവില്ല. എവിടെ എത്തുള്ളൂ? എവിടെങ്കിലും 15,000 20,000 രൂപ വർക്ക് ചെയ്യുന്നുണ്ടാവും എവിടെയെങ്കിലും. എന്നോർത്ത് ഈ എമറാൾഡ് റാങ്കിൽ ഹയസ്റ്റ് വീക്കിൽ വന്ന പ്രോഫിറ്റ് 72,000 രൂപയാണ്.
അപ്പൊ പ്രതിസന്ധി ഘട്ടത്തിൽ ഫവാസാർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പല പ്രതിസന്ധികൾ വന്ന സമയത്തും എന്നെ പിടിച്ചു നിർത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മെന്റലി തീരുമാനം വ്യക്തിയാണ്. എന്ത് ഇതിന്റെ അറ്റം കണ്ടിട്ടേ അടങ്ങുള്ളൂ. അതായിരുന്നു എന്റെ മോട്ടിവേഷൻ, അതായിരുന്നു എന്റെ ആ ഒരു നിലപാട്. അറ്റം കാണാൻ വേണ്ടി ഇറങ്ങിയ വ്യക്തിയെ വെച്ചിടത്തോളം അവനെ ഒന്നും അവനെ എഫക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, ഒന്നുകിൽ ഈ ബിസിനസ് വിജയിക്കും, അല്ലെങ്കിൽ ഇതിൽ മരിച്ചു. ഇതേ നിലപാട്. ഒന്നുകിൽ ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇതിൽ തീരും. ഇങ്ങനെ തീരുമാനം എടുത്ത് ഇറങ്ങിയവരാ. ഇങ്ങനെ തീരുമാനം എടുത്ത് നിങ്ങൾ ഇറങ്ങാൻ തയ്യാറായി രക്ഷപ്പെടാൻ വേണ്ടി പറ്റും. യെസ് ഫവാസാർ. ഓക്കെ, താങ്ക് യു മുർഷി സാർ, താങ്ക് യു. ഓക്കെ, അപ്പോ ഇപ്പോ ഉള്ള പുതിയ ആളുകളെടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങളാണ് ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാർ, ഒരു സംശയ കാര്യത്തിൽ. കാര്യം ഇന്നാണ് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കാലഘട്ടം, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സമയം. കാര്യം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം പ്രളയം വന്നിട്ടുണ്ടായിരുന്നു, അത് ബിസിനസിനെ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നു, അതിനുശേഷം കോവിഡ് വന്നു, അതിനുശേഷം വേറെ 1-2 വിഷയങ്ങൾ എന്റെ ബിസിനസ്സിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറെ സംഗതികൾ വന്നുകൊണ്ടാണ് ഈ ഒരു സംഗതി ഇത്ര ഡിലേ ആയത്. പക്ഷേ ഇന്നുള്ള ആളോട് പറയാനുള്ളത്, ഇന്ന് ഇങ്ങനത്തെ വിഷയങ്ങൾ ഒന്നുമില്ല. ഇന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ എക്സ്പ്രസ് ഹൈവേ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇന്ന് തുറന്ന് കൊടുത്തെന്നുള്ളത്. ശരിയല്ലേ? ഇതുപോലെ കെടുക്കുകയാണ് ഇൻഡസ്ട്രി, ഇവിടെ ബിസിനസ് ഇതുപോലെ കെടുക്കുകയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം. ഇന്ന് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാര്യം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അച്ചീവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇപ്പോൾ നമ്മളെ കമ്പനിയുടെ പ്രോഡക്ട്സ് ഒക്കെ പറഞ്ഞാൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകളായി മാറി. പണ്ടൊക്കെ പറഞ്ഞാൽ ആളുകളോട് പറയുമ്പോൾ ആളുകൾ വിശ്വാസം വരുമായിരുന്നു. ഇത് ഐക്കോഫിയുടെ കമ്പനി അല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ അറിയപ്പെടുന്നത്. ശരിയാണല്ലേ? മാത്രമല്ല എന്റെ ഫാമിലിയിൽ ഞാൻ അന്ന് ബിസിനസ് പറഞ്ഞ പല ആളുകളും, ഞാൻ പറഞ്ഞല്ലോ ഫാമിലിയിൽ നിന്ന് ആളുകൾ ബിസിനസ് വന്നിട്ടില്ല, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് വന്നിട്ടില്ല, അതേപോലെ തന്നെ എന്റെ കോളേജിൽ നിന്ന് ആരും ബിസിനസ് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് അവർ ഓരോരുത്തരായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബിസിനസ് വരുന്നതിന് മുമ്പേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിൽ പോയി രാവിലെ ഒരു 9 മണിക്ക് കോളേജിൽ എത്തുന്ന സമയത്ത് അതിന് മുമ്പ് മെഡിക്കൽ സ്റ്റോറിൽ പോകാറുണ്ട്, എന്റെ ഫാമിലി മെഡിക്കൽ സ്റ്റോറിൽ. അവിടുന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് കോളേജ് ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മെഡിക്കൽ സ്റ്റോറിൽ അവിടെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ ഉള്ള ഒരു ഫാർമസിസ്റ്റ്, എന്റെ ഫാമിലി റിലേറ്റീവ് തന്നെയാണ്. അവര് ഒരുപാട് ഞാൻ ഈ പറഞ്ഞ കുറിച്ച് പറഞ്ഞിട്ടാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അവര് ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫാർമസിസ്റ്റ് ആണ്. അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഇവര് നടപടി ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് മനസ്സിലാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് ഈ ബിസിനസ് ചെയ്യാൻ ഏറ്റവും വലിയ ഈസി. ഞാൻ പറഞ്ഞത് ഈ വരുന്ന ഒരു 6-7 മാസം കൊണ്ട് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ഈ പറയുന്ന മാസം 1 ലക്ഷം 2 ലക്ഷം രൂപ വരുമാനത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ മലേഷ്യൻ കോൺടെസ്റ്റ് ഇത് ശരിക്കും നിങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ മതി, നിങ്ങൾ റേഞ്ച് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് ഇത് മാത്രമാണ്, സുഹൃത്തുക്കളെ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു കാരണവശാലും ഇത് കൈവിടരുത്. ഇത് കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും ജീവിതത്തിൽ 40, 50, 60 വയസ്സ് വരെ ഒരുപാട് അധ്വാനിച്ചിട്ടും എവിടെ എത്താത്ത എത്രയോ ആൾക്കാരെ നാട്ടിൽ കാണാൻ വേണ്ടി പറ്റും. ജ്വല്ലറി മുമ്പിൽ നിൽക്കുന്ന ആളെ കാണാൻ വേണ്ടി പറ്റും, ഹോട്ടൽ മുമ്പിൽ ബോർഡ് പിടിച്ചിരിക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. ഇവരൊന്നും ജീവിതത്തിൽ അധ്വാനിക്കാത്ത ആൾക്കാരല്ല, ഒരുപാട് വർഷം നന്നായി അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് രക്ഷപ്പെടാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടാത്തതുകൊണ്ടാണ്. ഈ ഒരു അവസ്ഥ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും മേഖലയിൽ പോകുന്ന സമയത്താണ് ഇത് സ്വർഗ്ഗമായിട്ട് നമുക്ക് തോന്നുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം സീരിയസ് ആയിട്ട് കാണുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യായുസിൽ, ഒരു പുരുഷായുസിൽ നേടാൻ പറ്റാത്തത് നിങ്ങൾക്ക് ഒരു 2-3 വർഷം കൂടി നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുക, എടുക്കേണ്ട തീരുമാനം ഇതാണ്. ഐഡിയാസ് എടുക്കേണ്ട തീരുമാനം ഇതാണ്. തല പോയാലും ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു അനക്കം സംഭവിക്കില്ല, ഞാൻ ഇതിൽ രക്ഷപ്പെടും, ഞാൻ ഇതിൽ വളരും എന്നുള്ള തീരുമാനങ്ങൾ ഡേ 1 എടുക്കണം. ചെയ്ത് നോക്കട്ടെ എന്നുള്ള ആ ഒരു സംശയത്തിന് നേരെ നിങ്ങൾ ഇതിൽ കാണരുത്. തീരുമാനം എടുത്തിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ രക്ഷപ്പെടുന്നില്ല, എന്റെ കരിയർ ഇതാണ്, ഇത് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ച് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി തയ്യാറാവുക. ഒറ്റ കാര്യം ഞാൻ പറയുകയാണ്, ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മഹത്തരമായ ഒരു അവസരമാണ്. ഇത്ര ഈസിയായി രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി വേറെ നമുക്കില്ല. അതുകൊണ്ട് മുറുക്കെ പിടിക്കുക. മുള്ളു പിടിക്കുകയാണെങ്കിൽ മുറുക്കെ പിടിക്കണം എന്നാണ് നമ്മൾ കേട്ടുള്ളത്. മുറുക്കെ പിടിക്കുക ഈ ഒരു അവസരം. നിങ്ങൾ ലീഡേഴ്സിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും, എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനപ്പുറത്തോട്ട് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ആയ ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നങ്ങളും ഒരു മനുഷ്യന്റെ ലൈഫിന് എൻഡ് ഒന്നുമല്ല. അതിനപ്പുറത്തോട്ട് ഒരു ബ്രൈറ്റ് ആയ ഒരു സാധനം എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ആ സ്ട്രഗിളിംഗ് കടന്നിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മുറുക്കെ പിടിക്കുക, ഒരു അവസരം, ലീഡേഴ്സിനെ കൂടെ ചേർന്ന് നിൽക്കുക. എല്ലാ ആളുകളും ആത്മാർത്ഥമായിട്ട് ഈ ബിസിനസ് നെഞ്ചിലേക്ക് ചെയ്യുക. എല്ലാ ആളുകൾക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. അതേപോലെ തന്നെ ഇന്ന് എന്റെ ഈ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുള്ള എന്റെ ലീഡേഴ്സിനും അതേപോലെ ഓർഗനൈസേഷനും അതേപോലെ തന്നെ കമ്പനിക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് ഡെസ്വീവ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.